അതുല്യ, ഇത് നമ്മൾ പിന്നെയും അറബിക് സെക്ഷനിലേക്ക് നമ്മൾ പോവാണ്. അറബിക് കലോത്സവത്തിന്റെ ഭാഗമാകാൻ പോവാണ് നമ്മൾ. നമ്മുടെ പുറകിൽ കണ്ട ഗ്രൂപ്പ് കണ്ടോ, അവർ അറബിക് സംഘഗാനമാണ് അവർ പാടാൻ പോകുന്നത്. മക്കളെ ആദ്യം പേരൊന്ന് പറഞ്ഞിട്ട്. സൻഫാൻ, നസൽ, മുസവ്വിർ, മുഹമ്മദ് സഹൽ, മിസ്ബാഹ്, മുഹമ്മദ് റിഷാന്ത്, റസൽ. ഇവരുടെ ഇതൊക്കെ പഠിപ്പിച്ച സാറും കൂടെ ഉണ്ട്. അതിന് മുമ്പ് നമുക്ക് ആദ്യം ഈ ഗ്രൂപ്പ് സോങ് ഒന്ന് കേൾക്കാം. هدى طه هادي نورا بدا في فؤادي دينا هدى طه هادي نورا بدا في فؤادي أنت خير الورى شعر لوع الهرى في الولا من أتى راهريه الهدى أنت خير الورى شعر لوع الهرى في الولا من أتى راهريه الهدى دينا هدى طه هادي نورا بدا في فؤادي دينا هدى طه هادي نورا بدا في فؤادي. അതാണ് രേണുകയെ തകർത്തില്ലേ. അതാണ് ഈ കലയ്ക്കെന്ന് പറഞ്ഞ ഭാഷാതിർത്തികളിൽ ഏത് ഭാഷയാണെങ്കിലും അത് കേൾക്കാനും അല്ലെങ്കിൽ ആസ്വദിക്കാനും ഒക്കെ നല്ല ഇമ്പമാണ്. നമുക്ക് ഇത് ഈ ഒരു ഗാനം പഠിപ്പിച്ച അധ്യാപകനെ കൂടി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. മാഷേ, എന്താ പേര്? ഇങ്ങോട്ട് നിന്നിട്ട്. അസ്വാൻ. അതെ, കണ്ണൂർ ജില്ലയിൽ നിന്നാണ് അസ്വാൻ മാഷും കുട്ടികളും വന്നേക്കുന്നത്. എങ്ങനെയുണ്ട് റിസൾട്ട്? അടിപൊളിയാണ്. അടിപൊളി. എ ഗ്രേഡോട് കൂടിയാണ് ഇനി കണ്ണൂരേക്ക് തിരിച്ചു വന്നത്. ഇനി ബാക്കി മത്സരങ്ങളൊക്കെ കാണാൻ ഇവിടെ കാണത്തില്ലേ? ഉണ്ടോ? ഇനി വേറെ ഏതൊക്കെ മത്സരങ്ങളുണ്ടോ കുട്ടികൾക്ക്? ഈ അറബി ഗാനം ഉണ്ട് കയ്യിന്, പിന്നെ മാപ്പിളപ്പാട്ട്, അതേപോലെ ദഫ് മുട്ടുണ്ട്, അതൊക്കെ ഉണ്ട്. അടിപൊളി. എന്തായാലും കണ്ണൂരിന് കപ്പ് കിട്ടും അല്ലേ? അതിന്റെ ഒരു ആവേശം ഒന്ന് കൊടുത്തേ. നല്ലൊരു ആർപ്പവിളി. അല്ലെങ്കിൽ നിങ്ങളുടെ രീതിയിൽ അങ്ങ് ഒച്ച വെച്ചാൽ മതി. അതെ, കണ്ണൂരിന്റെ ആവേശമാണ് കണ്ടത്. അപ്പൊ കണ്ണൂർ കപ്പടിക്കുമെന്ന് തന്നെ പറയുന്നത്. എന്തായാലും അടിപൊളി. നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാവും, നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് ഇനിയും കാണണം. ഓക്കെ, അതെ, ആവേശത്തിനൊന്നും ഒരു കുറവില്ല. അറബിക് കലോത്സവത്തിന്റെ വിഭാഗത്തിന്റെ സംഘഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഭാഷയ്ക്ക് കാളിദാസൻ പറഞ്ഞതുപോലെ അതിർത്തികളൊന്നുമില്ല. ഭയങ്കര സൗന്ദര്യാത്മകമായിട്ടാണ് ആ കുട്ടികൾ അത് പാടിയത്. എന്തായാലും ഇപ്പോൾ നവീൽ അവിടെ പുതിയൊരു അതിഥികളുമായി തയ്യാറായിട്ടുണ്ട്.